സംസ്ഥാനത്ത് ചൂട് കനക്കുന്നു. കൊല്ലം പുനലൂരിൽ റെക്കോർഡ് ചൂടാണ് രേഖപ്പെടുത്തുന്നത്. ഇതോടെ വഴിയോര കച്ചവടക്കാരും യാത്രക്കാരുമെല്ലാം വെന്തുരുകുകയാണ്. പകൽ സമയം വഴിയോരങ്ങളും വിജനമാകുകയാണ്. പുനലൂരിന്റെ സമസ്ത മേഖലകളും സ്തംഭനത്തിലാണ്. പട്ടണത്തെ കീറിമുറിച്ചൊഴുകുന്ന കല്ലടയാറിന് പോലും ചൂടിനെ നിയന്ത്രിക്കാൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇങ്ങനെ പോയാൽ പുനലൂർ എവിടെ ചെന്ന് നിൽക്കും? എല്ലാവരുടെയും ചോദ്യം ഇതാണ്. പുനലൂർ കലയനാട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ താപമാപിനിയിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് 37.6 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും കടുത്ത ചൂട്. വരും ദിവസം കടുത്ത ചൂടിനെ നേരിടേണ്ടി വരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകരുടെയും മുന്നറിയിപ്പുണ്ട്. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടിട്ടുള്ളത് 38.5 ഡിഗ്രി സെൽഷ്യസ്. അത് 3-4 വർഷം മുമ്പാണ്. പക്ഷേ ഈ ഫെബ്രുവരി മാസത്തിൽ ഇത്രയും കൂടുതൽ ചൂട് വന്നിട്ടുള്ളത് ഈ വർഷം. അത് 37.6 ഡിഗ്രി സെൽഷ്യസ് ഒരു ദിവസം വന്നു. പുനലൂർ പട്ടണത്തിൽ തണൽ വിരിച്ചു നിന്ന മരങ്ങളും ഉണങ്ങിത്തുടങ്ങി. ഉച്ചയായാൽ ടൗൺ പൂർണ്ണമായും വിജനമാകും. വഴിയോര കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല. നിൽക്കാൻ വയ്യ, ദേഹമെല്ലാം പൊള്ളി അടരുക ചൂട് കാരണം. ഇട്ടേക്കുന്ന സാധനങ്ങൾ വേറെ വെന്തു പോവുക ചൂട് കൊണ്ട്. അതിന് ഒരു നിർവാഹവും ഇല്ല, ചൂടിന് വേണ്ടി ഒരു ശമനം ഇല്ല. கம்மியாக இருக்குது, சூடு இல்லை, மக்கள் வெள்ளம் வெளியே வரவே இல்லை, வீட்டிலே இருக்காங்க. ஈவினிங் தான் சாயங்காலம் போல கொஞ்சம் வியாபாரம் இருக்குது, மதிய வெயிலில் ஒன்றும் இல்லை. സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരുന്ന തൂക്കുപാലത്തിൽ ചൂട് കടുത്തതോടെ ഒരാളും കയറുന്നില്ല. മീനമാകുമ്പോഴത്തേക്കിന് വെന്തുരുക്കും ചൂട്, യാതൊരു സംശയം വേണ്ട. പുനലൂരിനെ സംബന്ധിച്ചോളം പാലക്കാടിനേക്കാളും കൂടുതൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്നത് പുനലൂർ നിവാസികളാണ്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം ഈ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. ആ സമയമാവുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നതും അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അധികാരികൾ അതൊക്കെ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓട്ടോ സ്റ്റാൻഡുകളുടെ സ്ഥിതിയും ദയനീയമാണ്. പുനലൂരിലെ ചൂടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടി കൂടുതലാണ്. ഇവിടെ കിടന്ന് വെയിൽ കൊണ്ട് വെന്തുരുകയാണ് ആൾക്കാരെല്ലാം. റോഡിലാണെങ്കിൽ ഒരു മനുഷ്യനും ഇല്ല, വണ്ടികൾ മാത്രമേ ഉള്ളൂ. വഴിയോര കച്ചവടം പൂർണ്ണമായും നിലച്ചു. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ നാരങ്ങ കച്ചവടമായിരുന്നു പുനലൂരിലെ പ്രധാന വഴിവാണിഭം. ചൂട് കടുത്തതോടെ എല്ലാ കച്ചവടക്കാരും പ്രതിസന്ധി നേരിടുകയാണ്. തണ്ണിമത്തൻ, ഇളനീര്, നാരങ്ങ വെള്ളം എന്നിവയുടെ കച്ചവടം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ചൂട് കൂടുതലാണ്, പക്ഷേ ആള് കുറവാണ്. ആള് കുറവായത് ഈ ചൂട് കൂടുതലായതുകൊണ്ട് ആള് കുറവാണ്. ആര്യങ്കാവ് ചുരം കടന്നെത്തുന്ന ഉഷ്ണക്കാറ്റാണ് പുനലൂരിലെ കാലാവസ്ഥാ വ്യതിയാനത്തിനും കടുത്ത ചൂടിനും കാരണമെന്ന് പറയപ്പെടുന്നു. ഓരോ വേനലിലും ചൂട് കടുക്കുകയും ചൂട് മൂലമുള്ള രോഗങ്ങൾ കൂടുകയും ചെയ്യുമ്പോൾ ഇതിനെ എങ്ങനെ ഫലപ്രദമായി നേരിടാമെന്നത് സംബന്ധിച്ച് ഒരു രൂപരേഖയും ഇതുവരെയും തയ്യാറാക്കിയിട്ടില്ല. പുനലൂരിന്റെ ഒരു താഴ്ന്ന പ്രദേശമാണ് കലയനാട്. ഈ കലയനാട് പോലുള്ള സ്ഥലത്ത് പോലും, ഇവിടെയാണ് നമ്മൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമുള്ള കലയനാടാണ്. ഈ പ്രദേശത്ത് പോലും മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത, ഒരു ശകലം പോലും തണുപ്പില്ലാത്ത വളരെ അസഹനീയമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇത് അസഹനീയമാണ്. സ്ഥിതി തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ജനജീവിതം വലിയ പ്രതിസന്ധിയിലാകും. അനുദിനം ഉയർന്നു വരുന്ന ചൂട് നിയന്ത്രിക്കാനാകാതെ പുനലൂരുകാർ നെട്ടോട്ടമടുകയാണ്. പുനലൂരിന്റെ സമസ്ത മേഖലകളും ചൂട് മൂലം സ്തംഭനത്തിലാണ്. ഈ സ്ഥിതി തുടർന്നാൽ ഇനി എന്താകും പുനലൂര്? മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18, പുനലൂർ.